ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഡോക്ടർ ശർമ്മയിൽ നിന്ന് മനു വിവരങ്ങളൊക്കെ അറിയാണ്. അതിനിടെ വയറ്റിൽ മയക്കുമരുന്ന് പോലുള്ള എന്തോ ഒരു സംഭവം അകത്ത് ചെന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം മനു മനസ്സിലാക്കുകയാണ്. അതിനുശേഷം അലീനയുടെ അടുത്തേക്ക് മനു ചെന്ന് വിവരങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ആദ്യം അലീന അങ്ങനെ ഇല്ല. കാരണം നമ്മുടെ രോഹിത്തിനെയും ഹരീനെയും ഒക്കെ കുറ്റപ്പെടുത്തണ്ടേ. ഇനിയിപ്പോൾ മനു പറഞ്ഞിട്ടുണ്ട് എന്തായിരിക്കും എന്നൊക്കെ ഉള്ള രീതിയിൽ. പക്ഷേ അലീനയുടെ വയറ്റിൽ മയക്കുമരുന്ന് ചെന്നിട്ടുണ്ടെന്നുള്ള വിവരമൊക്കെ അറിഞ്ഞു എന്നുള്ള രീതിയിൽ മനു സംസാരിക്കുമ്പോൾ നടന്ന സംഭവങ്ങളൊക്കെ തന്നെ അലീന പറയാണ്. ഇത് കേട്ടിട്ട് മനുവിനെ കയ്യൊക്കെ അങ്ങോട്ട് തരിക്കാണ് കേട്ടോ. രണ്ടെണ്ണത്തിന് ആ സമയത്ത് കൈ കിട്ടുമായിരുന്നെങ്കിൽ കഥ തീർത്തേനെ. പിറ്റേ ദിവസം രാവിലെ തന്നെ മനു വീട്ടിലേക്ക് ഓടിപ്പാഞ്ഞു വരികയാണ് കേട്ടോ. സർവ്വ ദേഷ്യം എടുത്തിട്ടാണ് വരുന്നത്. അങ്ങനെ ഹരിയുടെ വാതിലിൽ വന്ന് മുട്ടുകയാണ് കേട്ടോ. ഹരി പതുക്കനെ വന്ന് വാതിൽ തുറക്കുകയാണ്. അപ്പോൾ ഹരിക്കാണെന്നുണ്ടെങ്കിൽ വലിയ പിടുത്തമൊന്നും കിട്ടുന്നില്ല. രക്ഷപ്പെട്ടു എന്നുള്ള ധൈര്യത്തിൽ ഇരിക്കുകയാണ്. കാരണം അലീന എന്തായാലും മൊഴി മാറ്റി പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു ആശ്വാസത്തിൽ നിൽക്കുകയായിരുന്നു. പക്ഷേ മനു വന്നു കഴിഞ്ഞിട്ട് ഹരിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് വാതിലടയ്ക്കുകയാണ്. വാതിലടയ്ക്കുമ്പോൾ ഹരി ചോദിക്കുന്നുണ്ട്, എന്താ മനുവേട്ടാ, എന്താ കാര്യം ചോദിക്കുകയാണ് കേട്ടോ. പിന്നെ അങ്ങോട്ട് പെരുമാറലായിരുന്നു. അടിച്ചോണിട്ട് അടിക്കുകയാണ് കേട്ടോ. നല്ല അടി, മുഖത്തേക്കും കയ്യുമൽക്ക് കൗളത്തേക്കും ഒക്കെ അടി എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞടി എന്ന് പറയാം. കാരണം ഹരി താഴത്തേക്കും വീട്ടിലേക്കൊക്കെ മറിഞ്ഞു വീഴുന്നുണ്ട് കേട്ടോ. അത്രമാത്രം അടി ഹരിക്ക് കിട്ടുന്നുണ്ട്. ശേഷം മനു ദേഷ്യത്തോട് കൂടിയിട്ട് ഒരുപാട് വഴക്കൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കാരണം അത്ര വലിയൊരു ചതിയാണ് ഹരി ചെയ്തതെന്നുള്ള കാര്യം മനുവിന് മനസ്സിലാവാണ്. പിന്നെ ഇത്രയും പാവപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ചിട്ടാണ് ഈ ഹരി കളിച്ചത്. ഇതൊക്കെ കേട്ടുകൊണ്ട് കമല അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കമലിനൊന്നും മനു മൈൻഡ് ചെയ്യുന്നില്ല. ദേഷ്യത്തോട് കൂടിയിട്ട് വീണ്ടും ഹോസ്പിറ്റലിലേക്ക് തന്നെ പോവുകയാണ് അലീനയുടെ അടുത്തേക്ക്. ഇതേ സമയം ബാലേന്ദ്രനാണെന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ രോഹിത്തിൻ്റെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. കാരണം മനു വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും. കാരണം നടന്ന സംഭവങ്ങളൊക്കെ ബാലേന്ദ്രനെ അപ്പം തന്നെ മനു വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ രോഹിതിൻ്റെ മുറിയിലേക്ക് ബാലേന്ദ്രൻ ചെല്ലുന്നതായിട്ടുള്ള ഒരു ഭാഗം കൂടെ പ്രമോള് കാണിക്കുന്നുണ്ട്. അങ്ങനെ ചെന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബാലേന്ദ്രൻ അറിഞ്ഞിട്ടുണ്ടാവും. രോഹിതിനാണെന്നുണ്ടെങ്കിൽ ഭ്രാന്ത് പിടിച്ച പോലത്തെ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറാണ് കേട്ടോ.